നമസ്കാരം. തെക്കുകിഴക്കൻ അറബിക്കടലിൽ കേരളത്തിനകലെ ന്യൂനമർദ്ദം രൂപപ്പെട്ടതോടെ കനത്ത മഴയ്ക്ക് സാധ്യത. ബംഗാൾ ഉൾക്കടലിൽ ഈ വർഷത്തെ ആദ്യ ചുഴലിക്കാറ്റായ റിമാൽ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. പശ്ചിമ ബംഗാൾ, ബംഗ്ലാദേശ് തീരത്ത് റിമാൽ തീവ്ര ചുഴലിക്കാറ്റായി ഞായറാഴ്ചയോടെ കരയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. അതേസമയം സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ റെഡ് അലർട്ടാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്ത് അടുത്ത 2 ദിവസം കൂടിയേ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളൂ. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ട്. ബുധനാഴ്ച വൈകിട്ട് പെയ്ത മഴയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ വെള്ളം കയറി. അരനൂറ്റാണ്ടിനിടെ ആദ്യമായാണ് കെട്ടിടത്തിനകത്തേക്ക് വെള്ളം കുത്തിയൊഴുകി വന്നതെന്ന് ജീവനക്കാർ പറഞ്ഞു. 3 മോട്ടോർ സൈറ്റുകൾ എത്തിച്ച് രാത്രിയോടെ തന്നെ വെള്ളം പമ്പ് ചെയ്ത് കളഞ്ഞു. പന്തീരങ്കാവ് ദേശീയപാതയിൽ കോൺക്രീറ്റ് ഭിത്തി തകർന്നു വീണു. മരങ്ങൾ വീടിന് മുകളിലേക്ക് വീണ് വീട് തകർന്ന് ഒരാൾക്ക് പരിക്കേറ്റു. കോഴിക്കോട് സായ് കേന്ദ്രത്തിലും വെള്ളം കയറി. കൊച്ചിയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ അതിവേഗം രൂപപ്പെട്ട വെള്ളക്കെട്ട് ഒഴിഞ്ഞു പോകാതായതോടെ ജനങ്ങൾ വലഞ്ഞു. വൈറ്റില, ഇടപ്പള്ളി, SRM റോഡ്, ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ലിങ്ക് റോഡ്, കലൂർ ആസാദ് റോഡ്, പാലാരിവട്ടം MG റോഡ്, KSRTC സ്റ്റാൻഡ് പരിസരം, കാക്കനാട് ഇൻഫോ പാർക്ക് പരിസരം തുടങ്ങിയ ഇടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു. നഗരത്തിലെ കച്ചവട സ്ഥാപനങ്ങളിലും വെള്ളം കയറി. മഴ കുറഞ്ഞതോടെ വെള്ളക്കെട്ടിന് കുറവുണ്ട്. അതേസമയം ഉച്ചയോടെ തിരുവനന്തപുരത്ത് മഴയ്ക്ക് നേരിയ ശമനമുണ്ടായെങ്കിലും വൈകിട്ടോടെ മഴ കനത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. തൃശൂർ അശ്വിനി ആശുപത്രിയിൽ വെള്ളം കയറി 3 കോടിയോളം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി ആശുപത്രി അധികൃതർ പറഞ്ഞു. നഗരത്തിൽ ഇന്നലെ വൈകിട്ട് പെയ്ത കനത്ത മഴയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും വെള്ളം കയറിയിരുന്നു. പല സ്ഥലങ്ങളിലും ഇപ്പോഴും രൂക്ഷമായ മഴ തന്നെ തുടരുകയാണ്. തോടുകളടക്കം നിറഞ്ഞു കവിയുന്ന അവസ്ഥയാണ്. അതുപോലെ തന്നെ പല വീടുകളിലും വെള്ളം കയറിയ അവസ്ഥയാണ്. എന്തായാലും 2 ദിവസം കൂടി മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കനത്ത ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എന്തായാലും ചുഴലിക്കാറ്റ് ഞായറാഴ്ചയോടെ കരയിൽ പ്രവേശിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. എറണാകുളത്തും തൃശ്ശൂരും റെഡ് അലർട്ട് തന്നെ തുടരുകയാണ്.